സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2023 മാർച്ച് 17 വെള്ളിയാഴ്ച, ഒരാഴ്ചയുടെ അവസാനമാണ്. ഇനി തിങ്കളാഴ്ചയാണ് മാർക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്നൊക്കെ നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 16,985 നിന്ന് 126 പോയിന്റ് ഗ്യാപ്പ് അപ്പോട് കൂടി 17,111 ഇന്ന് ആരംഭിച്ചത്. 17,145 ഡേ ഹൈയും 16,958 ഡേ ലോയും വന്നത് വഴി 187.65 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് 1.1% ഇൻട്രാഡേ മൂവ്മെന്റ് കിട്ടി. എന്തായാലും ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്നും 11 പോയിന്റ് നഷ്ടത്തിൽ 17,100 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച് 39,132 നിന്നും 310 പോയിന്റ് ഗ്യാപ്പ് അപ്പോട് കൂടി 39,442 ഇന്ന് മാർക്കറ്റ് ആരംഭിച്ചത്. 39,705 ഡേ ഹൈയും 38,926 ഡേ ലോയും വന്നത് വഴി 778 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് 1.97% ഇൻട്രാഡേ മൂവ്മെന്റ് കിട്ടി. ഇന്ന് ഓപ്പണായ 39,442 നിന്ന് 155 പോയിന്റ് ലാഭത്തോടു കൂടി 39,598 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 17,463 ഇന്നലെ അവസാനിച്ചത്. അവിടെ നിന്ന് 113 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോട് കൂടി 17,577 ഇന്ന് മാർക്കറ്റ് ആരംഭിച്ചു. 17,728 ഡേ ഹൈയും 17,386 ഡേ ലോയും വന്നത് വഴി 342 പോയിന്റിന്റെ അഥവാ 1.95% ഇൻട്രാഡേ മൂവ്മെന്റ് നമുക്ക് കിട്ടി. എന്തായാലും ഇന്ന് ഓപ്പണായ 17,577 നിന്നും 94 പോയിന്റിന്റെ ലാഭത്തോടു കൂടി 17,671 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പണായത് 16.22 ഡേ ഹൈ വന്നിരിക്കുന്നത് 16.22, ഡേ ലോ വന്നിരിക്കുന്നത് 14.6. അതേപോലെ ഇന്ന് 8.94% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 14.77 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കാം. ഒരുവിധം എല്ലാ സ്റ്റോക്കുകളും അപ്പായിട്ടുണ്ട്. വേദാന്ത, UPL, അൾട്രാടെക് സിമെന്റ്, ടാറ്റ, നെസ്ലെ ഇന്ത്യ, JSW സ്റ്റീൽ, ഹിൻഡാൽകോ, HDFC ലൈഫ്, HCL ടെക്, ചോല ഫിനാൻസ് ഇങ്ങനെല്ലാം തന്നെ 2.2% കൂടുതൽ മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 18,734 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതുപോലെ 20,501 കോടിയുടെ സെല്ലിംഗ് നടത്തി. അതുവഴി 1,767 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,693 കോടിയുടെ വാങ്ങലും 7,876 കോടിയുടെ വിൽപ്പനയും നടത്തിയത് വഴി 1,817 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് അവരുടെ സൈഡിൽ നിന്നുണ്ടായത്. എന്തായാലും ഇത് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ 50 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഇന്ന് കാണാൻ സാധിച്ചത്. ഇനി നമുക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 1,946 രൂപയുടെ മാത്രം ഒരു പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത്. ഏകദേശം 16ഓളം ട്രേഡുകൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. ബ്രോക്കറേജ് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇത് കവറപ്പായി പോകും എന്ന് തോന്നുന്നാലും ഗ്രീനിൽ അവസാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ സ്റ്റോപ്പ് ലോസ് എത്ര രൂപ വെച്ചാലും അത് ഹിറ്റാവുന്ന ഒരവസ്ഥയായിരുന്നു. ഏത് ഡയറക്ഷനിൽ മാർക്കറ്റ് പോയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അപൂർവം അവസരങ്ങളിൽ ആഫ്റ്റർനൂൺ സെഷനിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മൂവ്മെൻറ്റ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്ത് പോയത്. എന്തായാലും ഞങ്ങൾ 16 ട്രേഡൊക്കെ ആയപ്പോൾ ഓവർ ട്രേഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 മണിയോടുകൂടി 12:55 ആകുമ്പോഴത്തേന് ഞങ്ങൾ ഇന്ന് ട്രേഡിങ് അവസാനിപ്പിച്ചു. പിന്നീട് വന്ന മൂവ്മെൻ്റ് ഒന്നും തന്നെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചില്ല. ഞങ്ങൾ ഓവർ ട്രേഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലെവൽസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ലെവൽസ് പറയുകയാണെങ്കിൽ ഇന്ന് എന്താ പറയുക, ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡേ ഹൈ അതിൻ്റെ അടുത്തായിട്ട് ഓപ്പണായി. അതായത് 6.1 ഓപ്പണായിട്ട് മുകളിലോട്ട് പോയി. ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹൈയിലേക്ക് പോയി. ദെൻ അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് നമ്മുടെ നോ ട്രേഡ് സോണിലേക്ക് വരികയായിരുന്നു. ഒരു ലെവല് നമുക്ക് അവിടെ ടാർഗറ്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട്, ഇത് നിങ്ങൾ ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇത് ഞാൻ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണോ വരക്കുന്നത് എന്നൊരിക്കലും അങ്ങനെയല്ല. ഈ വരയിട്ട് തരുന്നത് തലേ ദിവസം. ഇന്നിപ്പോൾ ഓൾറെഡി ഈ ഒരു വീഡിയോ റിലീസ് ആകുമ്പോൾ ഇതിൻ്റെ ലെവൽസ് കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എക്സാക്റ്റ് അവിടെ വന്ന് ബോട്ടം ലെവൽ സപ്പോർട്ട് എടുത്ത്, അതേപോലെ ഇവിടെ ഈ ഒരു ഹൈ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാൻ സാധിക്കും. ഇത് ഇന്ന് പ്രീവിയസ് ഡേയിൽ കൊടുക്കുന്ന ഡാറ്റയാണ്. അത് പ്രകാരം പിറ്റേ ദിവസം മാർക്കറ്റ് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പോകാറുമുണ്ട്.
അതിൽ വലിയ മാജിക് ഒന്നുമല്ല, സംഭവിച്ചു പോകുന്നുണ്ട്. അതേപോലെ എന്തായാലും ഇവിടെ നോ ട്രേഡ് സോണിൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ഇന്ന് ഓപ്പണായ അതേ സ്ഥലത്തേക്ക് തന്നെ കയറി പോവുകയാണ് ചെയ്തത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പണായത് R2-ലാണ്. R2-ൽ ഓപ്പണായിട്ട്, അതായത് ഇന്ന് ഡേ ഹൈ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ആ സ്ഥലത്ത് ഓപ്പണായി. എന്നിട്ട് നേരെ താഴോട്ട് വന്ന് നോ ട്രേഡ് സോണിലേക്ക് വന്നിട്ട് പിന്നീട് അവിടെ പതുക്കെ R1-ലേക്ക് R2-ലേക്ക് വന്ന് R3-ൽ വന്നിട്ട് അവസാനിച്ച ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, വളരെ കറക്റ്റായിട്ട് R3 ടച്ച് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഫിൻ നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഡിക്റ്റോ തന്നെയാണ്. അതായത് ഇന്ന് R1-ൽ ഓപ്പണായി, അവിടെ നേരെ നോ ട്രേഡ് സോണിലേക്ക് വന്ന് ബ്രേക്ക്ഔട്ട് ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. R1 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്തിട്ട് കറക്റ്റ് അവിടെ മാർക്കറ്റ് അവസാനിക്കുകയാണ് ചെയ്തത്. ഇവിടെ നോക്കിയാൽ അറിയാം, R2-ൽ വന്നിട്ട് എക്സാക്ട്ലി ആ ഒരു ലെവലിൽ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ റാസ് ലെവൽസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു 50 to 60% പ്രോഫിറ്റ് ഈ ഒറ്റ ഇൻഡെക്സ് ഫോളോ ചെയ്താൽ പോലും ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ കൃത്യമായിട്ടും അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമുക്ക് നാളത്തേക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ന് ആൾക്കാരെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതേ രീതിയിലായിരുന്നു. ഒരു വിധത്തിലും ട്രേഡ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ടോട്ടലി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. താഴോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചതൊക്കെ താഴോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് കയറി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നലെ ഒരു ഡോജി ആയിരുന്നു, ഇന്ന് മറ്റൊരു ഡോജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇനി ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് ഒരാൾക്കും മനസ്സിലാകരുത്. തിങ്കളാഴ്ച കൃത്യമായിട്ടും ഒരു സിഗ്നൽ നമുക്കവിടെ കിട്ടുകയും ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരും എന്നാണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അത് തെറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഓൾറെഡി നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തതാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എക്സാക്ട്ലി ആ പറഞ്ഞ ലെവലിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് തിരിച്ചു കയറി വരികയാണ് ചെയ്തത്. പക്ഷേ ഇവിടുന്ന് ഇതൊരു ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ കാൽക്കുലേഷൻ തെറ്റാണെങ്കിൽ വീണ്ടും ഈ ലെവൽ ഒന്നുകൂടി ടച്ച് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും എക്സാക്റ്റ് സൈസ് നമ്മുടെ സപ്പോർട്ട് ഈ മാർച്ച് മാസത്തിൽ തന്ന സപ്പോർട്ട് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടുണ്ട്. ഇവിടെ മോസ്റ്റ് പ്രോബബ്ലി എന്തായാലും ഒരു അപ്പ് മൂവ്മെൻറ്റ് തിങ്കളാഴ്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇവിടെ നമുക്കൊരു കൃത്യമായ ഒരു ഡയറക്ഷൻ കാണിച്ചു തരുന്നുണ്ട് മാർക്കറ്റ്. ഫിൻ നിഫ്റ്റി ആണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ബോട്ടം ലെവൽ സപ്പോർട്ടിൽ ചെറിയൊരു കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. 388 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 344 എക്സാക്ട് വാല്യൂ വരുന്നത്. അത് എന്തായാലും ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ മാർക്കറ്റിൽ ഇനി സംഭവിക്കേണ്ടത് മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരണം എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇതൊക്കെ കൺഫേം ആണ്, മുകളിലോട്ട് തന്നെ വരണം. പക്ഷേ നിഫ്റ്റി ഇപ്പോഴും അത് കൃത്യമായി പറയുന്നില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം തിങ്കളാഴ്ച വരെ. തിങ്കളാഴ്ച നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ചാനലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ലിങ്ക് കിട്ടും. അവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓൾ റൈറ്റ്, താങ്ക് യു വെരി മച്ച്.